ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ. എടോ, താൻ കോടതിയിലെത്തിയോ? എത്തി. അച്ഛനെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. കോടതി സമയം ആവുന്നല്ലേ ഉള്ളൂ. ഞാൻ വക്കീലിനെ വിളിച്ചിരുന്നു. പേടിക്കണമെന്നാ പറഞ്ഞത്. സമയമാകുമ്പോൾ ഞാൻ ജാമ്യക്കാരൻ കൊണ്ടങ്ങ് എത്തിക്കോളാം. പിന്നെ വക്കീൽ എന്തെങ്കിലും കേസിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തേക്ക്. ഉള്ള കാര്യം സത്യമായിട്ട് നിങ്ങൾ പറഞ്ഞോ. അച്ഛനെ കൊണ്ടുവന്നു തോന്നുന്നു. ഞാൻ വിളിക്കാം. ശരി. മോളെ, അച്ഛാ, മോക്കറിയാലോ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എനിക്കറിയാം അച്ഛാ. അച്ഛൻ വിഷമിക്കണ്ട. അച്ഛനൊന്നും സംഭവിക്കില്ല. അതിനുള്ളതെല്ലാം ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ തമ്പുരാനെയും തമ്പുരാട്ടിയും ഞാൻ കൊന്നെന്ന് പറഞ്ഞ, അതിന്റെ പേരിൽ ഞാൻ ജയിലായെന്ന് പറഞ്ഞ, അതെനിക്ക് ആലോചിക്കാൻ പോലും വയ്യ മോളെ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതാരോ കരുതി കൂട്ടി ചെയ്തതാ. അച്ഛൻ വിഷമിക്കല്ലേ. അച്ഛൻ ധൈര്യമായിട്ടിരിക്ക. ഇപ്പൊ മറ്റൊന്നും ആലോചിക്കണ്ട. അല്ലെങ്കിലും അച്ഛനിപ്പം മറ്റൊന്നും ആലോചിക്കുന്നില്ല മോളെ. എല്ലാം വിധി പോലല്ലേ വരും. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിക്കണം. അതെ, കോടതി സമയമായി. അച്ഛനും മകളും തമ്മിലുള്ള സെന്റിമെന്റ്സ് ഒക്കെ അങ്ങ് വീട്ടി മതി. അല്ലെങ്കിലും അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. കോടതി കയറിയാൽ ഇയാളെ ശിക്ഷിക്കും. ഇയാളെ കൊന്നു തള്ളിയത് ചില്ലറക്കാരെയല്ല, ഇലവുദേശം കൊട്ടാരത്തിലെ തമ്പുരാനെയും തമ്പുരാട്ടിയ. ശിക്ഷാ നടപടികൾ അതികഠിനമായിരിക്കും. ചിലപ്പോ തൂക്കിക്കൊല്ലാൻ വരെ വിധി വന്നേക്കും. വെള്ളം കഴിക്ക്. നടക്ക്. മോളെ, ആരാ? ഞാനൊരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വന്നതായിരുന്നു. എന്താ കേസ്? വേഗം പറഞ്ഞോളൂ. 11 മണിക്ക് എനിക്ക് കോടതിയിൽ പോകേണ്ടതാ. ഓ, പറയുന്നവർ ഇന്നാണല്ലോ ആ ശിവദാസൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കേസ് വെച്ചിരിക്കുന്നേ. വലിയ വാർത്തയൊക്കെ ആയതുകൊണ്ട് അറിഞ്ഞെന്നേ ഉള്ളൂ. അല്ല വക്കീലെ, അയാൾക്ക് ജാമ്യം കിട്ടുമോ?